അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ അത് ദോശക്കളിയാണ് മക്കളെ. ദോശയാണെങ്കിൽ ഈ ഭാഗം ഈ സൈഡിൽ തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ഇടങ്ങാറായിട്ടാണ് അത്. ഈ ദോശക്കല്ല് ആദ്യമൊക്കെ നല്ലപോലെ കിട്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴാണ് അവിടെ അങ്ങനെ ഒരു പിടുത്തം വന്നത് കേട്ടോ. നന്നായിട്ട് പിടുത്തം വന്നു. മറ്റേ ആദ്യമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ട് പിടുത്തം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തീ നല്ല കൂടുമ്പോൾ നല്ല പെട്ടെന്ന് ദോശ കരിയും, തീ നല്ല കുറച്ചാലോ ദോശ തീരെ വേവാത്ത പോലെ കേട്ടോ. സംഭവം ഉഴുന്ന ദോശയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കലുണ്ട്. ഇന്ന് എന്താണോ പറ്റിയത്. മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കേട് വന്നിട്ടുണ്ടായിരുന്നു, ഇനി വേറെ വാങ്ങിയിട്ടൊക്കെ വേണം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഇന്നലത്തെ കറി കുറച്ച് ഇരിക്കുന്നുണ്ട്, ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ഇതിലേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഞാൻ എന്തായാലും മുട്ട ചിക്കിയിട്ട് ഒരു കറി ഉണ്ടാക്കി കൊടുത്ത്, ഉള്ളിയും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അതിലേക്കൊരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ദോശക്ക്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവർ സ്കൂളിലൊക്കെ പോയിട്ടാണ്. ഞാൻ അവർ സ്കൂളിൽ മദ്രസയിലൊക്കെ പോകണക്കാട്ടി മുന്നേ തന്നെ എൻ്റെ തുടക്കലും അടിക്കലൊക്കെ കഴിയലുണ്ട്. പക്ഷെ ഞാനിന്ന് കുറച്ച് നേരം വൈകിച്ച കാരണം എന്താ വെച്ചാൽ കോണി സ്റ്റെപ്പും ജനലും അതിലൊക്കെ ഒന്ന് അടിക്കാനും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ പോകാൻ്റെ ശേഷം അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ അവിടെ അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ധൃതി ചെയ്യുമ്പോൾ ഒന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ കട്ടിൻ്റെ അടിയും ജനലും വാതിലും കോണി സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇതാക്കിയിട്ട് ഇനി ബറാത്തും കാര്യങ്ങളൊക്കെ വരാൻ പോകണം. അതിൻ്റെ മുന്നോടിയായിട്ട് ഒന്ന് ചെയ്തതാണ് കേട്ടോ. ഞാൻ സമയമാകുമ്പോൾ ഒന്നുകൂടി നല്ല വൃത്തിയിൽ ചെയ്യണം. അപ്പോൾ നമ്മളത് മുട്ട ചിക്കിയതും ദോശയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പണിപ്പെട്ടിട്ട് ആ ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഇങ്ങനെ പിടിക്കണ കാരണേ ധൃതി ചെയ്യുമ്പോൾ അത് നാശമാകുമോ ദോശ. അപ്പോൾ ഞാൻ സാവധാനമായിട്ട് അങ്ങനെ ചുട്ടെടുത്തിട്ടാണ്. പിന്നെ ഇന്ന് ഉച്ചക്ക് സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഉച്ചക്ക് ഇന്നലത്തെ ചോറുണ്ട്, അത് തിളപ്പിച്ച് ഊറ്റണം. പിന്നെ കൈപ്പക്ക കറിയുണ്ട്, അതൊന്ന് ചൂടാക്കി. പിന്നെ നമ്മളെ ഉപ്പേരി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ വഴുതനങ്ങയും പയറും കൂടിയുള്ള ഉപ്പേരി. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇനി രാത്രി ആകുമ്പോഴാണ് ചോറും, കുട്ടികൾ വരുമ്പോൾ രാത്രി ആകുമ്പോഴാണ് ചോറും കറിയൊക്കെ ഉണ്ടാക്കുള്ളൂ. പിന്നെ ഇപ്പോൾ എനിക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റിക്കും ഇതും കാര്യങ്ങളൊക്കെ വാങ്ങണം, വീഡിയോ ഒക്കെ എടുക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വാങ്ങണം. യൂട്യൂബ് എങ്ങനെ പോകണമെന്ന് നോക്കട്ടെ. ശരി, ഞാനിത് സക്സസ് ആവാതെ നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും വാങ്ങാത്തത്. പിന്നെ ആൾക്കാർ കളിയാക്കും. പിന്നെ ഇപ്പം തന്നെ ആൾക്കാർ എന്താ ഈ പൈസ കിട്ടൽ തുടങ്ങിയാൽ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങേറാണ്. അവർക്കറിയാം അതൊന്നും കിട്ടൽ തുടങ്ങിയിട്ടുണ്ടാവില്ല എന്നൊക്കെ അറിയാം. പക്ഷെ അവർ വെറുതെ നമ്മളെ കുത്തിപ്പറയാൻ ചിലവർക്ക് ഒരു രസമാണല്ലോ അല്ലേ. അവർക്ക് അറിയണ കാര്യമാണെങ്കിൽ പോലും അത് നമ്മളോട് കുത്തി ചോദിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, അവർക്കൊരു മനസ്സുഖമാണത് അല്ലേ. അത് നമ്മളെ മോശം കാര്യമാണെങ്കിലും വേണ്ടില്ല, നല്ല കാര്യങ്ങളും വേണ്ടില്ല, നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചില ആളുകൾ അങ്ങനെയാണ്. ശരിയാണ്. പക്ഷെ നമ്മളാണെങ്കിലോ അവരെ കാര്യം ഒന്നും നമ്മൾ ചോദിക്കാൻ പോകുന്നുണ്ടാവില്ല കേട്ടോ. പക്ഷെ നമ്മളെ കാര്യങ്ങൾക്ക് അറിയാം, അവർക്ക് ഭയങ്കര ആകാംക്ഷയും കാര്യങ്ങളൊക്കെയാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം ഞാനത് കോണി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അത് അടിച്ച് വൃത്തിയായും കൂടി ഇരിക്കുന്നുണ്ട്. അവിടെ പണി കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ ടൈലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മളെ വയറിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡ് എവിടെയാണ് ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡ് സലാലയിലാണ്, അവിടെ ഹോട്ടലാണ് കേട്ടോ, ഹോട്ടലിലെ പണിയാണ് ജോലി. അപ്പോൾ അങ്ങനെ അവിടെയാണെങ്കിലും ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളും, ശമ്പളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടപ്പാട് ഇതൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് പഠിച്ചവനൊക്കെ നീക്കി തരട്ടെ അല്ലേ. വലിയതുള്ള ഇതൊക്കെ പടച്ചോന് ചെറുതായി നീക്കിയിട്ട് നമ്മളെ ജീവിതത്തിന് എന്തായാലും ഒരു സന്തോഷം പടച്ചോൻ തരട്ടെ. നമുക്ക് പടച്ചോനോടല്ലേ പറയുള്ളൂ, വേറെ ആരോടും പറയാനില്ലല്ലോ. വേറെ നമുക്ക് പറയാനുള്ളത് നമ്മളെ ഉമ്മാനോടും ഉപ്പാനോടൊക്കെ ആവും അല്ലേ. അപ്പോൾ അവർ നമ്മളെ സമാധാനിപ്പിക്കും, നമ്മളെ ആങ്ങളമാരായാലും അവരെ നമ്മളെ സമാധാനിപ്പിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഒരു എന്താ പറയുക മനസ്സമാധാനം കിട്ടൂലേ, അവരെങ്കിലും ഉണ്ടല്ലോ നമുക്ക് എന്നുള്ളൊരിത്. ചില ആളുകൾ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ പൊതുവേ ചില ആളുകൾ അങ്ങനെയല്ല. നമ്മളെ കുത്തി ചോദിച്ചിട്ട് നമ്മളെ എന്തിനാണ് അവരങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് പോലും സത്യം പറഞ്ഞാൽ അറിയുണ്ടാവില്ല. അപ്പം നമുക്ക് ശരിക്കും ചിന്തിക്കും. ഞാൻ ഇടയ്ക്ക് എന്നോട് അങ്ങനെ ചില ആളുകളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ, ഇതെന്തപ്പോൾ ഇവരോടിപ്പോൾ നമ്മൾ അവരെ വീട്ടിലത്തെ കാര്യങ്ങളോ അവരെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കലില്ലല്ലോ, പിന്നെ എന്തിനാ ഇവരിപ്പോൾ നമ്മളോട് ഇങ്ങനെ കുത്തി ചോദിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കലുണ്ട് കേട്ടോ. എനിക്ക് എന്താ പറയുക, ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ കുട്ടികളൊക്കെ ആവാൻ കുറച്ച് വൈകിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനിയത്തി കുട്ടികളൊക്കെ ഉള്ള സമയത്ത് നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ആൾക്കാർ അന്നൊക്കെ ചോദിക്കുക, അനിയത്തിക്ക് 3 കുട്ടികളായില്ലേ, കുട്ടികളൊന്നും ആയിട്ടില്ലല്ലേ, എന്തല്ലേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സഹതപിക്കുക. അത് നമ്മളെ മുഖത്തൊക്കെ തന്നെയാണ് അവർ ഈ സഹതപിക്കലും, നമ്മളൊരു എന്തോ ഒരു രീതിയിൽ പോലെയാണ് അവർ കാണുക. അപ്പോൾ അവർക്ക് അറിയാം സംഭവം എന്താണ്, പഠിച്ചാൽ തരാത്തതുകൊണ്ടാണ് ഇല്ലാത്തത്, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് അവർക്ക് അറിയാം. പക്ഷെ അവർക്ക് നമ്മളോട് ഇങ്ങനെ കുത്തി പറയുമ്പോൾ ഒരു സുഖം അല്ലേ, ആ ഒരു മനസ്സുഖം. പക്ഷെ നമ്മൾ ഒന്നാലോചിച്ചാൽ മതി, എന്താണെന്നറിയോ,
പഴുത്ത പ്ലാവില വീഴുമ്പോൾ ഒരിക്കലും പച്ച പ്ലാവില ഇങ്ങനെ ചിരിക്കാൻ പാടില്ല. കാരണം ഒരു ദിവസം നിങ്ങളും ഇതേപോലെ പഴുത്ത് വീഴേണ്ട ഒരവസ്ഥ വരും അല്ലേ. എന്നും പടച്ചോന് ഇപ്പോൾ നമ്മളങ്ങനെ ആക്കിയെന്ന് വരില്ലല്ലോ. ഏതെങ്കിലും ഇന്നിപ്പോൾ ഈ ഭൂമിയിൽ നമുക്കൊരു സുഖം കിട്ടില്ല, മരിച്ചു പോയാലെങ്കിലും പടച്ചൊരു സുഖം തരുമായിരിക്കും. ഞാനൊക്കെ അങ്ങനെ വിചാരിക്കുന്ന ആളാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ദുരിതമാണെങ്കിൽ അവിടെ പോയാലെങ്കിൽ നമുക്ക് ഒരു സുഖം പടച്ചോൻ തരുമായിരിക്കും അല്ലേ. അതെങ്കിലും അത് മതി എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. പിന്നെ നമ്മളെ മക്കളുണ്ടല്ലോ, മക്കൾക്ക് നല്ല ഭാവി കൊടുക്കുക, അവർക്ക് നല്ല പഠിപ്പ് കൊടുക്കുക, അവർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ അവർ നമ്മളെപ്പോലെ ഒന്നും ആവാതെ നല്ല രീതിയിൽ അവരെ ഭാവി നമ്മൾ സുരക്ഷിതമാക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഞാനൊക്കെ പഠിക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി വരെ അങ്ങനെ എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളേതായ ഒരു ജോലിയും കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ കുട്ടികളായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കണോണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.